ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യതകൾക്കിടയിൽ പരിശീലനത്തെ സൗദി സൈനികരെ അമേരിക്ക പുറത്താക്കിയതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീവ്രവാദ ബന്ധം ആരോപിച്ചാണ് അമേരിക്ക സൗദി സൈനികരെ പുറത്താക്കിയിരിക്കുന്നത്. US-ൽ പരിശീലനത്തിനെത്തിയ 21 സൗദി പട്ടാളക്കാരെയാണ് അമേരിക്ക പുറത്താക്കിയതുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നതിന് തെളിവുകളുണ്ടെന്ന് US അറ്റോർണി ജനറൽ വില്യം ബാർ പറയുകയുണ്ടായി. ഫ്ലോറിഡയിലെ പെൻസകോല നാവിക കേന്ദ്രത്തിൽ സൗദി സൈനികൻ കഴിഞ്ഞ മാസം നടത്തിയ വെടിവയ്പ്പിനെ തുടർന്നാണ് US-ന്റെ നടപടിയെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ സൈനികന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് സൗദി സൈനികർക്കുള്ള പരിശീലനം US താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സൗദി സൈനികരെ പുറത്താക്കിയെന്നുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി നിലകൊള്ളുമെന്ന് സൗദി മന്ത്രിസഭ വ്യക്തമാക്കിയിരിക്കുകയാണ്. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ യമാമ കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. സഹോദരി രാജ്യമായ ഇറാഖിനൊപ്പമായിരിക്കും സൗദി അറേബ്യ നിലകൊള്ളുക. ആ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും അറബ് ലോകവുമായുള്ള അതിന്റെ ബന്ധവും ഭീഷണിയിലാകുന്ന ഒരു സാഹചര്യത്തെയും അനുവദിക്കാനാവില്ല. അത്തരം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സൗദി അറേബ്യ ഒപ്പം നിൽക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ സൽമാൻ രാജാവ് പറഞ്ഞു. IS-നെതിരെ പോരാടാൻ അന്താരാഷ്ട്ര സഖ്യസേന സ്ഥിതി ചെയ്യുന്ന 2 ഇറാഖി സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാനിയൻ ആക്രമണങ്ങളെ മന്ത്രിസഭ അപലപിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും പാലിക്കാനും മേഖലയുടെ സുരക്ഷ ദുർബലപ്പെടുത്തുന്ന നടപടികൾ അവസാനിപ്പിക്കാനും ഇറാനെ നിർബന്ധിതരാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.